തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോൾ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. ദൈവം നീതി രഹിതനല്ല. ദൈവം നീതിയില്ലാത്ത ദൈവമല്ല, അനീതിയുടെ ദൈവമല്ല, നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളും നീതി പ്രവർത്തിക്കുന്നവരായി തീരണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. സകല സൽപ്രവൃത്തികളാണ് വെളിച്ചത്തിൻ്റെ ഫലം. നാം വെളിച്ചത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്നാണ്, അനീതിയിൽ നിന്നാണ്, അശുദ്ധിയിൽ നിന്നാണ്, പിശാചിൻ്റെ പടിയിൽ നിന്നാണ്. നമ്മെ ആക്കിയിരിക്കുന്നത് തൻ്റെ അത്ഭുത പ്രകാശമായ പുത്രൻ്റെ രാജ്യത്തിലേക്കാണ്. സൽഗുണങ്ങളെ പ്രഘോഷിക്കാനാണ്, സകല നീതിയിലും സഞ്ചരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസമാകുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നീതി പ്രവർത്തിക്കാനേ കഴിയൂ എന്നുള്ളതാണ് സത്യം. എന്താണ്? ദൈവം എങ്ങനെയാണോ അതുപോലാണ് നാം ആയിത്തീരുന്നത്. ദൈവത്തിൽ എന്തില്ല? നീതികേടില്ല. ദൈവം നീതി രഹിതനല്ല. ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം അത് മറന്നു പോകരുത്. ഇവിടെ വചനം പറയണം, ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? എന്നിട്ട് പറയണം, ഒരു നാളുമില്ല. 2 ദിനവൃത്താന്തങ്ങൾ 18-ാം അധ്യായം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം ഇങ്ങനെ പറയും: ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവീൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. ദൈവത്തിൻ്റെ പക്കൽ എന്തൊക്കെ കാര്യങ്ങളില്ല എന്ന് പറയുകയാണ്. എന്താണ്? യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷം പ്രവർത്തിക്കുന്നതും, പിന്നെന്തില്ല? കൈക്കൂലി വാങ്ങുന്നുമില്ല. അങ്ങനെയാണ് ദൈവമക്കളും അങ്ങനെ തന്നെ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പക്കൽ നാം അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നീതിയാണ് കാണാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, വ്യാജമില്ലാത്ത ദൈവമാണ്, നീതിയും നേരും ഉള്ളവൻ തന്നെയാണ്. എന്തൊക്കെയാണ്? വ്യാജമില്ലാത്തവൻ, വിശ്വസ്തതയുള്ള ദൈവം, നീതിയും നേരും ഉള്ളവൻ തന്നെ. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ
നമുക്ക് നീതി ഇഷ്ടപ്പെടാം, നീതിയുടെ പാതയിൽ സഞ്ചരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ജീവിക്കാം. ദൈവത്തിൽ അനീതി ഒട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനീതിയുള്ള മേഖലകൾ, പ്രവർത്തന മേഖലകൾ, കൈക്കൂലി വാങ്ങുന്നത് അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങൾ, അതൊക്കെ മാറിപ്പോകട്ടെ. നമുക്ക് ഒരു നീതിയുള്ള ദൈവമക്കളായി, അനീതി ഇല്ലാത്തവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, അവസരങ്ങൾക്കായിട്ടൊക്കെ കർത്താവെ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരം ഞങ്ങൾ ദൈവമക്കളെന്ന് തെളിയിക്കത്തക്കോണം. ദൈവം നീതി രഹിതനല്ലാത്തതിനാൽ, ദൈവം നീതി പ്രവർത്തിക്കും ദൈവമാകിയാൽ ഞങ്ങളിൽ നിന്ന് നീതി പുറപ്പെടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയുടെ പാതയിൽ സഞ്ചരിക്കാൻ, വെളിച്ചത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരങ്ങൾ യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. നാഡീ നരമ്പുകളിൽ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ.